നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴയിലെ പ്രസിദ്ധമായ കരൂർ പനയന്നാർകാവ് ദേവീക്ഷേത്രത്തിന് മുൻപിലാണ്. ഇത് ഒരു പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് മാന്നാർ പരുമല വലിയ പനയന്നാർകാവ് ക്ഷേത്രവുമായി ബന്ധമുണ്ട്. ആ ക്ഷേത്രം ഒന്ന് കാണിക്കാം ഇതിനിടയ്ക്ക്. ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 9ാം ഉത്സവ എഴുന്നള്ളിപ്പിനിടയിൽ ഒരാനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകുകയും ഈ കാണുന്നതാണ് വലിയ പനയന്നാർകാവ് ക്ഷേത്രം. മാന്നാർ പരുമല വലിയ പനയന്നാർകാവ് ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കേരളത്തിലെ തന്നെ 4 പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇനി നമുക്ക് ആ കഥ തുടരാം. ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 9ാം ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിനിടയിൽ ഒരാനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകുകയും ഏത് നിമിഷവും മരണപ്പെടുമെന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. ക്ഷേത്രത്തിൽ വെച്ച് ആന ചെരിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധമാവുമല്ലോ. അതുകൊണ്ട് ചെമ്പശ്ശേരി രാജാവ് ജ്യോതിഷികളുടെ ഉപദേശം തേടി. അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആനയെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരമ്മ പനയന്നാർ കടവിൽ ഉണ്ടെന്നും അമ്മ വഴി ആനയെ രക്ഷിക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. അപ്പോൾ ആ അമ്മ അവിടെ എത്തിച്ചേർന്നു. അമ്മ വന്ന് ആനക്കാരോട് ആനയെ പടിഞ്ഞാറേക്ക് നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ആന അവശനായി കിടക്കുകയാണ്. പക്ഷേ ആൾക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കിടപ്പിലായ ആനക്കാരുടെ പിറകെ പോയി. ക്ഷേത്ര അതിർത്തിക്ക് പുറത്തുള്ള നീർശാലത്തോട് കടന്ന ഉടൻ ആന ചെരിയുകയും ആനയുടെ ശരീരം തെക്കുവശത്തുള്ള ആനമുടി പുരയിടത്തിൽ മറവ് ചെയ്യുകയും ചെയ്തു. ആനയെ ചികിത്സിക്കാനെത്തിയ ആ സ്ത്രീയെ പിന്നീട് അവിടെ എങ്ങും കണ്ടില്ല. വീണ്ടും പ്രശ്നം വെച്ചപ്പോഴാണ് അത് മനുഷ്യരൂപത്തിലെത്തിയ മാന്നാർ പനയന്നാർകാവ് ദേവിയാണെന്ന് മനസ്സിലായത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്ത് ഒരു ക്ഷേത്രം പണിഞ്ഞ് ഇരുത്തണമെന്നുള്ള ദൈവീഹിതം വെളിവാക്കപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് ചെമ്പശ്ശേരി രാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരീ സങ്കല്പത്തിലാണ് ഇവിടെ ദേവിയെ ആരാധിക്കുന്നത്. വളരെ ശാന്തസുന്ദരമായ ഒരു ഇടമാണ്. വലിയ ശബ്ദബഹളങ്ങളൊന്നുമില്ല. ദേവിയെ ഏകാഗ്രമായി പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ. അടുത്തൊരു അമ്പലത്തിൻ്റെ ഇവിടെ തന്നെ ഒരു സർപ്പക്കാവും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഈ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണെന്നാണ് സങ്കല്പം. അത് പിന്നീട് പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി അമ്പലത്തോടൊപ്പം തന്നെ ഇവിടെയും ആരാധനയെല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ യക്ഷി, ഗണപതി, അയ്യപ്പൻ മുതലായ ദേവകളുടെ ഉപകോവിലുകളും ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ തെക്ക് കിഴക്കോട്ട് ചെരിഞ്ഞ രീതിയിലാണുള്ളത്. അതിന് കാരണമായി പറയുന്നത് ദേവിക്ക് മൂലസ്ഥാനമായ മാന്നാർ പനയന്നാർകാവിൻ്റെ ദർശനം കിട്ടുന്നതിനാണ് പ്രാരം പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്ററും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററും ദൂരമുണ്ട്. അതുകൊണ്ട് അമ്പലപ്പുഴയിൽ വരുന്ന ആരും ഈ ക്ഷേത്രവും കൂടെ തീർച്ചയായും സന്ദർശിക്കണം. ഇതെല്ലാം കണ്ടുവല്ലോ. ഇനി ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.